ഹലോ, ഇന്നത്തേതൊരു മെഡിക്കൽ വീഡിയോ അല്ല. ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു ട്രാവൽ അല്ലെങ്കിൽ പാക്കിംഗ് ഹാക്ക് വീഡിയോ ആണ്. ഞാൻ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്ന ആളാണെന്ന് അറിയാലോ. ഇത്തവണ 15 ദിവസത്തേക്ക് അമേരിക്കൻ ട്രിപ്പിന് ഞങ്ങൾക്ക് 3 ആൾക്കാർക്കുള്ള തുണികൾ ഈ പറയുന്ന ഒരു 23 കിലോ കൊള്ളുന്ന ഒരു പെട്ടിയിൽ പാക്ക് ചെയ്യണം. 15 ദിവസം 3 ആളുകൾ 23 കിലോ. വലിയ ടാസ്ക് ആണ്. പ്രത്യേകിച്ചിട്ട് വുളൻ ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് 3-4 ക്ലോത്ത് വെക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് ഇവനെ പരിചയപ്പെടുത്താനാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെന്താണ് എന്നുള്ളതും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഇതെങ്ങനെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അറിയാം. പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. പാക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കൊളാവും. പക്ഷേ കുറച്ച് സ്ഥലത്ത് കൂടുതൽ സാധനങ്ങൾ എങ്ങനെ പാക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് കൂടിയാണ്. അപ്പം അതിന് ഞാൻ കണ്ടുപിടിച്ചാന്നല്ല, ഞാൻ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് കിട്ടിയ ഒരു സംഭവമാണിത്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. താല്പര്യമുള്ളവർക്ക്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, പാക്കിംഗ് ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് ഇത് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വലിയ പാക്കിങ്ങിലാണ്. അറിയാലോ, നമ്മളിപ്പോൾ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ്. 15 ദിവസം ഞാൻ, പാപ്പു, സരിൻ 3 പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കിംഗ് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ്. കാരണം അച്ഛനും മകൾക്കും പാക്കിങ്ങിനെ പറ്റി ഒന്നും അറിയണ്ട, അവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങോട്ട് തന്നാൽ മതി. 3 പേർക്ക് 15 ദിവസത്തേക്കുള്ള പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വേണ്ടി വരും. അതും വേറൊരു പ്രോബ്ലം പറഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇന്റേണൽ ഫ്ലൈറ്റ്സ് എടുത്ത് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രാവലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുറേ ബാഗുകൾ എടുക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാനിന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്രാവൽ പാക്കിംഗ് കാണിച്ചു തരുന്നു എന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറയുന്നത്, പലരും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുക, അതിനുള്ള ചില എളുപ്പ വഴികൾ, ചില പ്രത്യേക ബാഗുകളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാനാണ്. അതാ ഞാൻ ആദ്യമേ പറയാം കേട്ടോ. ഒരു ട്രാവൽ ഹാക്ക് തന്നെ വെച്ചോളൂ, എളുപ്പ വഴി. അപ്പോൾ ഈ ഒരു ബാഗിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തേത്, ഞങ്ങൾ ഇവിടുന്ന് US പോകുന്നത് എമിറേറ്റ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഒരാൾക്ക് 2 വീതം 23 കിലോ ഉള്ള 2 ബാഗുകൾ വേണമെങ്കിൽ ചെക്ക് ഇൻ വിടാം, ഹാൻഡ് ലഗേജ് എടുക്കാം, ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര പെട്ടി വേണമെങ്കിൽ എടുത്ത് പോവാം. പക്ഷെ അതല്ല പ്രശ്നം. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ധാരാളം ഇന്റേണൽ ഫ്ലൈറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ US ഇന്റേണൽ ഫ്ലൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ചെക്ക് ഇൻ ബാഗേജ് ഇല്ല. അപ്പോൾ ചെക്ക് ഇൻ ബാഗേജിന് വളരെയധികം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ചെക്ക് ഇൻ ബാഗേജുകൾ 23 കിലോ ഉള്ള ഓരോ ചെക്ക് ഇൻ ബാഗേജുകൾക്ക് കുറേ പൈസ കൊടുക്കണം, $. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമം നമ്മൾ 3 പേർക്കും 15 ദിവസത്തേക്കുള്ളത് വളരെ ഇഫക്റ്റീവായിട്ട് പാക്ക് ചെയ്യുക, വളരെ ചെറിയ നമ്പർ ഓഫ് പെട്ടികൾ കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഇന്നത്തെ ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേര് 7 കിലോ വീതമുള്ള ഹാൻഡ് ലഗേജ് അത് അവിടെ ഫ്രീ ആണ് കേട്ടോ, നമ്മുടെ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതായത് US ഇപ്പം നമ്മുടെ എയർ ഇന്ത്യ പോലെ, ഇൻഡിഗോ പോലെ അവർക്ക് ഇന്റേണൽ ഫ്ലൈറ്റ്സ്, അപ്പം ഞങ്ങൾ അമേരിക്കൻ എയർലൈൻസ്, അതുപോലെ തന്നെ ജെറ്റ് ബ്ലൂ, അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ടിയർ, ഇതിലൊക്കെയാണ് നമ്മൾ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും കൂടെയുള്ള ഈ കൊണ്ടുപോകാനുള്ള 7 കിലോ മാത്രമേ ഫ്രീ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഈ വലിയ പെട്ടി, ഇത് 23 കിലോ. ഈ 23 കിലോയിൽ വേണം ഞാൻ എൻ്റെയും പാപ്പുവിൻ്റെയും സരിൻ്റെയും വേണ്ട സംഗതികൾ മുഴുവൻ 15 ദിവസത്തേക്ക് ബാക്കിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ചിട്ട് ഈ തണുപ്പ് രാജ്യങ്ങളിലേക്ക്, അപ്പോൾ US തണുപ്പ് രാജ്യം അല്ല, പക്ഷേ എങ്കിൽ പോലും പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുക. നിങ്ങൾ തണുപ്പ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള ഈ തണുപ്പിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളില്ലേ. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി US ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ സംഗതികൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള കുറച്ച് ജാക്കറ്റ്സ്, നമ്മൾ മിയാമി പോകുന്നത് കൊണ്ട് തന്നെ ചെറിയ തണുപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ജാക്കറ്റ്സ് കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പാക്ക് ചെയ്യാന്ന് വെച്ചോളൂ. ഇതൊക്കെ തപ്പം ഈ ജാക്കറ്റുകളൊക്കെ ഞാൻ ഒന്നുമില്ലാതെ നമ്മൾ സാധാരണ പാക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ അങ്ങ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ജാക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം തീരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട്, പ്രത്യേകിച്ചിട്ട് തണുപ്പ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ റഷ്യയിലേക്ക് പോവാണ്, ഫിൻലൻഡിലേക്ക് പോവാണ്, നിങ്ങൾക്ക് കുറേ പാക്ക് ചെയ്യുന്നതെല്ലാം തണുപ്പ് രാജ്യങ്ങളിലേക്കുള്ള സ്വെറ്ററുകളും സ്വെറ്റ് ക്ലോത്തുകളും അങ്ങനെയുള്ള വുള്ളൻ സാധനങ്ങളൊക്കെയാണ്. കുറേ സ്ഥലം മുടക്കികളാണ് എന്നുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിത് കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു സംഭവമാണ് വാക്യൂം ബാഗുകൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടുന്ന സംഭവമാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാക്യൂം ബാഗാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇത്രയും സ്ഥലം ഇത് മുടക്കുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ, അപ്പം ഞാൻ ഇതെല്ലാം ഈ വാക്യൂം ബാഗിൽ, ഇതൊരു സെറ്റാട്ടോ, 12 എണ്ണത്തിൻ്റെ സെറ്റ് ഉണ്ട്, 24 എണ്ണത്തിൻ്റെ സെറ്റ് ഉണ്ട്. അപ്പം ഞാൻ 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിയത്. പല സൈസുകളിൽ കിട്ടും. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ബാഗാണ് ഇതാ. അപ്പം ഞാൻ ഇതൊക്കെ എനിക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട പല ആളുകളുടെ സ്വെറ്ററുകളാണ് ഇതാ.
ഇദ്ദേഹത്തിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 4 ഇപ്പം ഇത് ഇവിടെ അല്ലാതെ വെച്ചപ്പോൾ എത്ര സ്ഥലം കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ ഈ പറയുന്ന വാക്വം ബാഗിൻ്റെ ഉള്ളിലേക്ക് വച്ചു. എന്നിട്ട് ഇതിനെ നമുക്ക് സീൽ ചെയ്യണം. സീൽ ചെയ്യാനുള്ളൊരു സംഭവം ഇതാ ഈ ബാഗിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇതാണ് ഈ വാക്വം ബാഗ്. അപ്പോൾ ഇതിനെ സീൽ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട്. അതാണ് നമുക്ക് വേണമെങ്കിൽ ഡിറ്റാച്ച് ഇതിങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആണ്. ഇതിനെ നമ്മൾ ആദ്യം ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ധാരാളം എയർ ഉണ്ട് അല്ലേ, കുറേ എയർ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മളങ്ങ് സീൽ ചെയ്യണം. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി സീൽഡ് ആവും. ഓക്കെ, അത് ചിലപ്പോൾ 1-2 തവണയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നന്നായി കണ്ടോ ഇങ്ങനെ അങ്ങ് സീൽ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എയർ കിടക്കാത്ത രീതിയിൽ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കിടക്കാത്ത രീതിയിൽ ഇത് കംപ്ലീറ്റ്ലി സീൽഡായി. ഓക്കെ, അപ്പോഴും കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം എയർ ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചാലും കുറേ സ്ഥലം പോവും. അപ്പോൾ അതിനാണ് ഇതിൻ്റെ വാക്വം പരിപാടി ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലൊരു വാൽവ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു പമ്പ്, നമ്മൾ ഈ ബലൂണൊക്കെ വീർപ്പിക്കുന്ന പോലത്തെ ഒരു പമ്പുണ്ട്. ഈ പമ്പ് എയർ ഉള്ളിലേക്ക് വിടാനല്ല, എയർ പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ വാൽവ് അങ്ങ് അഴിക്കുകയാണേ. കണ്ടോ, ഇതെങ്ങനെ അഴിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇപ്പോൾ ടൈറ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ സാധാരണ ഈ രീതിയിൽ ഇപ്പോൾ ഇത് എയർ പുറത്തേക്കാണ് പമ്പ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ എത്രത്തോളം എയർ ഉണ്ടോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ബാഗ് ഇങ്ങനെ ചുരുങ്ങി വരുന്നത്. ഇത് കണ്ടോ, എയർ പോയിട്ട് ബാഗ് ചുങ്ങിയത് കണ്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സംഭവത്തിന് ഒരു കേടുപാടുകളും പറ്റൂല. എന്നാൽ ഈ പെട്ടിയിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ വളരെ ഇഫക്റ്റീവായിട്ട് പാക്ക് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ചിലപ്പോൾ ഈ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. എനിക്ക് വേണ്ട ഇത് നോക്കി, ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ എയർ മുഴുവൻ പോയി, ഇതിനൊരു പ്രശ്നവും സംഭവിക്കില്ല. ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള സംഭവം ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ആയി. ഇതിന് ശേഷം നമ്മൾ ഈ വാൽവ് അങ്ങ് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫുള്ളി സീൽഡാണ്. ഇനി നോക്കിയേ, ഇനി നിങ്ങൾ ഈ പെട്ടിയിൽ ഇത് വെച്ചപ്പോൾ കണ്ടോ എത്ര സ്ഥലം ഉണ്ടെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മാക്സിമം തുണികളെല്ലാം ഈ രീതിയിൽ അങ്ങ് പാക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഇത് ഞാനാ പറഞ്ഞത് പല സൈസുകളിലുള്ള കവറുകൾ ഇതിൽ ലഭ്യമാണ്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫുൾ സെറ്റ്. ഇതാണ്. ഇത്രയും വലുതുണ്ട്, ഇത്രയും ചെറുതുണ്ട്, പല സൈസ്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് കണ്ടില്ലേ. ഇത് നോക്ക്, ഇതെല്ലാം നമ്മൾ ലൂസായിട്ട് പാക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി സ്ഥലം എടുക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇത്തരത്തിലുള്ള ബാഗുകളിലാക്കിയിട്ട് അങ്ങ് 23 കിലോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ട മെജോറിറ്റി 15 ദിവസത്തെ ഡ്രസ്സും ഈ 23 കിലോ ഉള്ള ഒറ്റ ചെക്ക് ഇൻ ബാഗേജിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ വാക്വം ബാഗുകൾ. ഇതെല്ലായിടത്തും ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആക്ച്വലി ഇൻസ്റ്റയിലാണ് ഇതിൻ്റെ ഒരു ട്രാവൽ ഹാക്കിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടത്. ഇത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇത്തരത്തിലുള്ള ബാഗുകളാണ്. ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, തണുപ്പ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കുറേ സ്വെറ്റ് ഷർട്ട്സുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പളപളാന്നുള്ള കുറേ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ദിവസത്തേക്ക് പോകുന്നു, നിങ്ങൾക്ക് ആകെ ഒരു ചെക്ക് ഇൻ ബാഗേജേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ സ്പേസ് വളരെയധികം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഞാനും മത്സരിച്ചും കൂടി ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, ഇത് എനിക്ക് ആക്ച്വലി ഒരു പുതിയ സംഭവമാണ്. ഞാൻ ഈ ഒരു ബാഗ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയാത്ത കുറേ ആളുകൾ ഉണ്ടായിരിക്കും, അറിയുന്നവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവം ഞാനൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം അമേരിക്ക വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവും ട്രാവൽ ചെയ്യാൻ, ഇപ്പം എന്നെ പോലെ എങ്ങനെ ട്രാവൽ ചെയ്യാൻ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.